ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈഫ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. ഇന്ത്യ ചൈന ബോർഡർ ഇഷ്യൂ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ഇരു രാജ്യങ്ങളും പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യൻ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും അതോടൊപ്പം ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും അതിർത്തിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ കിഴക്കൻ ലഡാക്കിലെ, അതായത് അതിർത്തിയിൽ വരുന്ന ഭാഗങ്ങളിലെ സംഘർഷഭരിതമായ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ലൊരു ധാരണയിലെത്തുന്നതിനും പരസ്പരം സഹകരണ മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനും വേണ്ടി ഉള്ള പ്രതിജ്ഞ എടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം അറിയിക്കുകയും ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതോടുകൂടി ഇന്ത്യ ചൈന ബന്ധമെന്നത് ഒന്നുകൂടെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഏകദേശം 75% പരിഹരിച്ചുവെന്ന് ജനീവയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുവാനുള്ള, അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ഏതായാലും ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവ് ന്യൂസ് ആണെന്ന് പറയാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ, അതോടൊപ്പം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ എന്ന രീതിയിലുള്ള, ഏഷ്യയിലെ ഏറ്റവും ശക്തമായ രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ള ഉഭയകക്ഷി ബന്ധം വളരെ സ്ട്രോങ് ആകേണ്ടത് ലോകരാജ്യങ്ങളുടെയും ആവശ്യമാണെന്ന് പറയാം. അതായത് ചരിത്രം നോക്കുമ്പോൾ, ഇന്ത്യ ചൈനീസ് ബോർഡർ യുദ്ധത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ, ആദ്യമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്ന 1962 പിന്നീട് 1967 നടന്നു. പിന്നീട് 1982 നടന്നു ഇന്ത്യ ചൈന യുദ്ധം. അതിനുശേഷം 2018 നടന്നു. 2020 ഒരു മാരകമായൊരു യുദ്ധം നടന്നു, ഡാൽബാർ യുദ്ധം. വളരെ മാരകമായൊരു യുദ്ധമായിരുന്നു. അങ്ങനെ അതിനുശേഷം ഒന്നുകൂടെ ഈ ഇന്ത്യ ചൈന ബന്ധങ്ങൾ ഒന്നുകൂടെ വഷളായി 2020 ആ യുദ്ധത്തിന് ശേഷം. അതിനുശേഷം ഇപ്പോഴിതാ വീണ്ടും പച്ചക്കൊടി കാണിക്കാനുള്ള ശ്രമത്തിലാണ് ഇരു രാജ്യങ്ങളും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് പണ്ടുകാലത്ത് മുതലേ ഉള്ളതാണ്. പിന്നീട് റിപ്പബ്ലിക് ഓഫ് ചൈന, അതായത് 1949 അവർ ചൈനയുടെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നതും, അതിനുശേഷം അതിനു മുമ്പ് 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പിന്നീട് പക്ഷേ അതിർത്തിയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളെ വഷളാക്കിയതും. പിന്നെ ചൈനയ്ക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധവും ഇന്ത്യയെ ഭയപ്പെടുത്തുന്നുണ്ട്. അതൊക്കെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇങ്ങനെ അകന്നു നിൽക്കുവാനായിട്ടുള്ള കാരണം. എന്നാൽ ഇപ്പോഴിതാ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഒന്നുകൂടി കൂടുതൽ അടുക്കുന്നതിനും കാരണമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഈയിടയ്ക്ക് നടക്കുന്നത്. അടുത്ത മാസം ഇന്ത്യയുടെ നരേന്ദ്രമോദിയും അതോടൊപ്പം ചൈനയുടെ അവിടുത്തെ അധികാരികളും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് അടുത്ത മാസം ഉച്ചകോടിയിൽ. അപ്പോൾ എല്ലാം കൊണ്ടും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ആ ഒരു സൗഹൃദം എന്നത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.